ഇത് റോഡ് വൈഡനിങ് വരുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് 2 സെൻറ്റ് പോകില്ലേ 3 സെൻറ്റ് പോകില്ലേ എന്ന് പറഞ്ഞ് കുറേ പൊട്ടന്മാർ കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സർക്കാർ നമ്മളെ സ്ഥലം എടുക്കുമ്പോൾ നമ്മളെ ഫ്രീ ആയിട്ടല്ല നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ പറയുന്ന നമുക്കതിന് നല്ലൊരു വാല്യൂ ഇട്ട് സാധാരണഗതിയിൽ മാർക്കറ്റ് വിലയേക്കാളും കൂടുതൽ തന്നിട്ടാണ് അവർ ഈ പ്രോപ്പർട്ടി നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലേക്കൊക്കെ മാറ്റിയെടുക്കുന്നത്. തിരുവനന്തപുരത്ത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഉദ്ഘാടനം നടന്ന നമ്മുടെ ഒരു സ്മാർട്ട് റോഡുകളിലൊന്നാണ് കേട്ടോ. അതായത് വഴുതക്കാട് നിന്ന് നമ്മുടെ തൈക്കാട് പോകുന്ന ആ ഒരു റോഡാണ്. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ പോസ്റ്റുകളൊന്നും കാണാൻ സാധിക്കില്ല. പുറത്തൂടെയുള്ള ലൈനൊന്നും വലിച്ചിട്ടില്ല. എല്ലാം നമുക്ക് അകത്തൂടെയാണ് പോയിട്ടുള്ളത്. റോഡിൻ്റെ അടിയിലൂടെ ഡക്റ്റുകൾ ഫോം ചെയ്ത് അങ്ങനെയാണ് പോയിട്ടുള്ളത്. നല്ലൊരു കൺസെപ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മുടെ എല്ലാ റോഡുകളും ആയിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. നമുക്കിത് ഈ നിൽക്കുന്നത് വിമൻസ് കോളേജ് ജംഗ്ഷനാണ്. ഇതേ കാണുന്നത് വിമൻസ് കോളേജാണ്. തൊട്ടടുത്തായിട്ട് കാണുന്നത് ഹയാത്താണ്. അതിൻ്റെ അടുത്തായിട്ട് ഈ കാണുന്ന ഈ റോഡിലെ നമുക്ക് താഴേക്ക് ഇറങ്ങിയ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്കൊരു 7.5 സെൻറ്റ് സ്ഥലവും അതിനകത്തൊരു 6000 സ്ക്വയർ ഫീറ്റിലുള്ള കമേഴ്സ്യൽ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കാണെങ്കിൽ അങ്ങനെ ലീസിനാണെങ്കിൽ അങ്ങനെ നമുക്കതിൻ്റെ വിഷ്വൽസ് കാണാം. ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. നമുക്ക് ബാക്കി വിഷ്വൽസ് കാണാം. നമുക്കിത് ഈ കാണുന്ന റോഡെന്ന് പറയുന്നത് അനിരുദ്ധൻ റോഡാണ് കേട്ടോ. അതായത് DP ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പൂജപ്പുരയിൽ നിന്ന് വരുമ്പോൾ DP ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന 1 വേ ആണ്. പക്ഷേ നമുക്ക് ഈ റോഡിലൊന്ന് വണ്ടി നിർത്തി നമുക്കിവിടെ ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഈസി ആയിട്ട് നടന്ന് കയറാൻ പറ്റും. കാരണം ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ പ്ലോട്ടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ഇപ്പം നിലവിൽ ഇതിപ്പോൾ 1 വേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വണ്ടി എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ വണ്ടി നിർത്തിയിട്ടായാലും നടന്നായാലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറാം. റെസ്റ്റോറൻറ്റ് പോലുള്ള ഒരു സംരംഭമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്ന അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിപ്പോൾ താഴത്തെ നിലയും മേളത്തെ നിലയും കൂടെ ചേർത്തിട്ട് ടോട്ടൽ 6000 സ്ക്വയർ ഫീറ്റിലുള്ളൊരു കമേഴ്സ്യൽ കെട്ടിടമാണ് ഈ കാണുന്നത്. നമുക്ക് ടോട്ടലായിട്ട് സ്ഥലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7.5 സെൻറ്റ് സ്ഥലമുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ വാടകയ്ക്ക് എടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ വാങ്ങിയെടുക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാങ്ങിയെടുക്കുന്നതാണ് ലാഭം കേട്ടോ. കാരണം ഇവിടെയൊക്കെ നമുക്ക് റെൻ്റ് എണ്ണത്തിൽ വരുമ്പോഴത്തേക്കും സ്ക്വയർ ഫീറ്റിന് 45 രൂപയാണ് റെൻറ്റ് വരുന്നത്. ഇതിലും കൂടുതലും നമുക്ക് ഈ ഒരു ഏരിയയിൽ റെൻ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിന് വന്നിട്ട് നമുക്ക് ചോദിക്കുന്ന റെൻ്റ് എന്തായാലും കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നിരുന്നാലും നിങ്ങൾക്കിത് വാങ്ങുന്നതാണ് ലാഭം. കാരണം ഞാൻ ഇതിൻ്റെ വില പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതാണ് ലാഭമെന്ന്. ഇനിയിപ്പോൾ ചില ആൾക്കാർ പറയും ഇഫ് ഇൻ കേസ് റോഡ് വൈഡനിങ് വന്നാൽ ഇതിൻ്റെ ഫ്രണ്ടിലെ സ്ഥലമൊക്കെ പോകുമെന്ന് പറഞ്ഞ് നമുക്ക് നിറയെ വീഡിയോസിൽ കമൻറ്റ് വരാറുണ്ട് കേട്ടോ. ഇഫ് ഇൻ കേസ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് റോഡ് വൈഡനിങ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന പൈസ ആ വൈഡനിങ്ങിന് കൊടുക്കുന്ന 2 സെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. കാരണം ഇവിടെയൊക്കെ ഒരു വൈഡനിങ് എന്ന് പറഞ്ഞ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നതാണ് പ്രൈസ് കേട്ടോ. ഇത് മാത്രമല്ല, എവിടെയായാലും നമ്മൾ ഏത് പ്രോപ്പർട്ടി ഇടുമ്പോഴായാലും ഇത് റോഡ് വൈഡനിങ് വരുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് 2 സെൻറ്റ് പോകില്ലേ 3 സെൻറ്റ് പോകില്ലേ എന്ന് പറഞ്ഞ് കുറേ പൊട്ടന്മാർ കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സർക്കാർ നമ്മളെ സ്ഥലം എടുക്കുമ്പോൾ നമ്മളെ ഫ്രീ ആയിട്ടല്ല നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ പറയുന്ന നമുക്കതിന് നല്ലൊരു വാല്യൂ ഇട്ട് സാധാരണഗതിയിൽ മാർക്കറ്റ് വിലയേക്കാളും കൂടുതൽ തന്നിട്ടാണ് അവർ ഈ പ്രോപ്പർട്ടി നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലേക്കൊക്കെ മാറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് അത് ശരിക്കും എനിക്കൊരു വേസ്റ്റ് ആയിട്ടുള്ളൊരു കമൻറ്റായിട്ടാണ് തോന്നിയത് കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ശരി, നമുക്ക് എന്തായാലും ഈ പ്രോപ്പർട്ടിയുടെ വിഷ്വൽസ് കാണാം. അതായത് താഴത്തെ നിലയിൽ മുന്നേ ഇതിലൊരു റെസ്റ്റോറൻ്റൊക്കെ പ്രവർത്തിച്ചിരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. കാരണം കെട്ടിടത്തിൻ്റെ ഒരു കിടപ്പ് കണ്ടിട്ട് ആ രീതിയിലാണ്. ഇവിടെ ഒരു റിസപ്ഷനും ഇങ്ങനെയുള്ള റൂംസും ഒക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ഏരിയയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് ഇത് ഉപയോഗിച്ചില്ല, ചുമ്മാ കിടക്കുവാണ് കേട്ടോ. ഈ രീതിയിലുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സീറ്റിംഗ് ആക്കാൻ സാധിക്കും. അതുപോലെ പിൻവശത്തേക്ക് നമുക്ക് കിച്ചണിനുള്ള ഒത്തിരി അധികം സ്പേസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇതിനകത്ത് ലൈറ്റ്സ് ഒന്നുമില്ല, ഇരുട്ടായിട്ടിരിക്കുവാണ്. ഇവിടെ എല്ലാം നമുക്ക് കിച്ചണിലേക്കുള്ള സ്പേസ് ആക്കി എടുക്കാനും സാധിക്കും. പ്രോപ്പർട്ടിയുടെ മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7-8 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻവശത്ത് നമുക്ക് ഒരു 6-7 കാർ വയ്ക്കും. അതുപോലെ തന്നെ ഇവിടെ ബാക്ക് ടു ബാക്കായിട്ട് വണ്ടികൾ നിൽക്കും. ഈ സൈഡിലും നമുക്ക് ബാക്ക് ടു ബാക്കായിട്ട് വണ്ടികൾ നിർത്താം. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ പാർക്കിങ്ങിനൊന്നും വലിയ ബുദ്ധിമുട്ടും വരത്തില്ല. ഈ ഒരു ലൊക്കേഷൻ ബേസ് ചെയ്ത് നല്ലൊരു പ്രീമിയം റെസ്റ്റോറൻ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. ഇനി അതല്ല ഒരു ഫർണിച്ചർ ഷോപ്പാണെങ്കിൽ ചെയ്യാം. പിന്നെ ഇതുപോലെ ഈ വലിയ നമ്മുടെ ഡെക്കറേറ്റീവ് ലൈറ്റ്സ് ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഷോപ്പാണെന്നുണ്ടെങ്കിലും നമുക്ക് റോഡിൽ നിന്ന് നല്ല വിസിബിലിറ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ലൊക്കേഷനാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത്. മേളിൽ ഷീറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ ഒരു സ്ട്രക്ചർ പോലെ, അതായത് ഒരു ഫ്രണ്ടേജൊക്കെ നമുക്ക് ഫ്രണ്ട് എലിവേഷനൊക്കെ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഓണർ തന്നെ ചെയ്തു തരും. കാരണം പുള്ളി ഒരു ബിൽഡറാണ്. അപ്പോൾ അവർ ആ രീതിയിലുള്ള വർക്കുകൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു തരും. അപ്പോൾ അങ്ങനെ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു
എലിവേഷൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം. ആ രീതിയിൽ ചെയ്തു തരണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ടേജ് ചെയ്തു തരും. നമുക്കിവിടെ നിന്ന് റോഡിൽ നിന്നൊക്കെയുള്ള ഒരു വിഷ്വൽ കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് ടൈലിട്ടിട്ടുണ്ട്. ടൈലെല്ലാമായിട്ട് നീറ്റാക്കി ഇതാ ഇങ്ങനെ കൊണ്ട് നിർത്തിയേക്കുവാണ്. കണ്ടോ റോഡിൽ നിന്നുള്ള വിസിബിലിറ്റി നോക്കി. തൊട്ടടുത്തായിട്ട് കാണുന്നത് ഹയാത്താണ്. ഹയാത്തിന് വളരെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അതുപോലെ ജംഗ്ഷനിൽ നിന്ന് ജംഗ്ഷൻ്റെ തൊട്ടടുത്തായിട്ട്, ജംഗ്ഷൻ വളരെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത്. അപ്പം നമുക്കിത് വിലയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ 7.5 സെൻറ്റ് സ്ഥലമാണ്. 1 സെൻറ്റിന് 55 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. 1 സെൻറ്റിന് 55 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. റെൻ്റ് ഔട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് 45 രൂപയാണ് മാസ റെൻ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 3 ലാക്സിനടുത്ത് മാസ റെൻ്റ് വരും. അതല്ല നിങ്ങളിത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഒരു 4 കോടിക്കുള്ളിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും കേട്ടോ. സിറ്റിയുടെ ഒരു ഹൃദയഭാഗത്ത് വഴുതക്കാട് വിമൻസ് കോളേജ് ജംഗ്ഷൻ്റെ തൊട്ടരികത്തായിട്ട് നമുക്ക് ഈ ഒരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിക്കോ. വാങ്ങാനാണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് 55 ലക്ഷവും, റെൻറ്റിനാണെന്നുണ്ടെങ്കിൽ പെർ സ്ക്വയർ ഫീറ്റ് 45 രൂപയാണ് റെൻറ്റ് വരുന്നത്.